പ്രൈമവേറ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബ്രൗസർ ക്രോമാണ്. സോ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ ഡെലിവറി ഒറക്കിൾ, അതായത് ഫസ്റ്റ് വരുന്ന ഈ ഡെലിവറി ഒറക്കിൾ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഇത് ഒറക്കിൾ സോഫ്റ്റ്വെയർ ഡെലിവറി ക്ലൗഡ്. ഇവിടെ അഡ്രസ്സ് ഉണ്ട് eDelivery.oracle.com. ഈ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് പ്രൈമവേറ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുന്നേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അരുൺ. ഞാനൊരു പ്ലാനിംഗ് എഞ്ചിനീയർ ആണ്. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈമവേറ P6 എന്ന സോഫ്റ്റ്വെയർ, ഒറക്കിളിൻ്റെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ. ഇത് എങ്ങനെ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നീ കാര്യങ്ങളാണ്. അതുപോലെ പ്രൈമവേറ ഇപ്പം നിലവിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക വിൻഡോസിൽ മാത്രമാണ്. മാക് യൂസേഴ്സിന് പ്രൈമവേറ ഡയറക്റ്റായി മാക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. മാക്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാക്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് ആ വിൻഡോസിനുള്ളിൽ വേണം പ്രൈമവേറ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ PC മാക്കാണ്. ഇപ്പോൾ ഇത് മാക്കാണ് ആക്ച്വലി. സോ ഇതിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വിൻഡോസ് 11 ആണ്. സോ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്ത് അതിനുള്ളിലാണ് ഞാൻ പ്രൈമവേറ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ എൻ്റെ മാക്കിൽ ഞാൻ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ത്രൂ ആണ്, പാരലൽ ഡെസ്ക്ടോപ്പ് ത്രൂ ആണ്. ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. സോ ഇത് ത്രൂ ആണ് ഞാൻ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ലാപ്ടോപ്പ് ഉള്ളവർക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. മാക്ക് ഉള്ളവർക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ വരും. നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. എന്നിട്ട് അതിനുള്ളിലാണ് പ്രൈമവേറ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു വെബ്സൈറ്റ് eDelivery.oracle.com അതിൽ കയറുക. ഇതാണ് eDelivery.oracleൻ്റെ വെബ്സൈറ്റ്. ഇവിടെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ, ഈ ഒറക്കിളിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡിസൈൻ അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഡിസൈൻ ആയിരിക്കില്ല, കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇത് മാറാം. ബട്ട് പ്രോസസ്സ് എല്ലാം സെയിം ആണ്. നമ്മൾ eDelivery.oracleൻ്റെ വെബ്സൈറ്റിൽ കയറുന്നു, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, സൈൻ ഇൻ ചെയ്യുന്നു, അകത്ത് കയറിയിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നു. ആ പ്രോസസ്സ് എല്ലാം സെയിം ആണ്. ഈ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഫോം ഫുള്ള് ഫില്ല് ചെയ്യണം. ഇതിൽ ഈ സ്റ്റാർ മാർക്ക് കാണിച്ചിരിക്കുന്ന എല്ലാം മാൻഡേറ്ററി ഫീൽഡ്സ് ആണ്. സോ അതെല്ലാം ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒറക്കിൾ ഒരു മെയിൽ അയക്കും. അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു മെയിലാണ്. അതൊരു 3 ഡേയ്സിനുള്ളിലായിരിക്കും വരിക. സോ ആ മെയിൽ വന്നതിന് ശേഷം അതിലുള്ള ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക. അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സൈൻ ഇൻ ചെയ്യുക. നമ്മൾ ആദ്യത്തെ പേജിൽ ഒരു സൈൻ ഇൻ ഓപ്ഷൻ കണ്ടിരുന്നു, ഈ ഒരു സൈൻ ഇൻ. ഓക്കെ, അവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്ത് സൈൻ ഇൻ ചെയ്യുകയാണ്. സോ സൈൻ ഇൻ കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്യാൻ നേരം ആദ്യം വരുന്നത് ഒരു പ്രൊഫൈൽ പേജ് ആയിരിക്കും, നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉള്ള പേജ്. അതിലെന്തെങ്കിലും പ്രൊഫൈൽ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്ത് സേവ് ചെയ്യാം. ഞാൻ ഓൾറെഡി അത് കൊടുത്തത് കാരണമാണ് ഇപ്പോൾ അത് വരാഞ്ഞത്. എനിവേ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടാണ് നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. സോ ഇവിടെ നമ്മൾ P6 ക്ലയൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. P6 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡ്രോപ്പ് ഡൗൺ വരും. അതിനകത്ത് ഇതായി ഈ P6 ക്ലയൻറ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്ലയൻറ്റിന് സെലക്ട് ചെയ്യാൻ നേരം ഈ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്നുകിൽ P6 ക്ലയൻറ്റ് അല്ലെങ്കിൽ പ്രൈമവേറ P6 പ്രൊഫഷണൽ എന്നൊക്കെ സെർച്ച് ചെയ്യാം. ഓക്കെ, അതെല്ലാം സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. എനിവേ നമുക്ക് വേണ്ടത് ഈ ഒരു പേരാണ്, പ്രൈമവേറ P6 പ്രൊഫഷണൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ്. സോ നിലവിൽ ഉള്ള വേർഷൻസ് ആണ് ഇത് രണ്ടും. ഇത് 20.12, ഇത് 21.12. വർഷവും മാസമാണ് കാണിക്കുന്നത്. ഇത് 2020 ഡിസംബറിൽ ഇറങ്ങിയ വേർഷൻ, ഇത് 2021 ഡിസംബറിൽ ഇറങ്ങിയ വേർഷൻ. അപ്പോൾ ഇതിൽ ഏത് വേർഷൻ വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ഞാനിവിടെ ഫസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. സോ അതിനുവേണ്ടി അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരം അത് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ വ്യൂ ഐറ്റം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇവിടെ 2 ഫയൽ കാണാം, P6 പ്രൊഫഷണൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ്, ഒന്നതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ. ഈ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് സോഫ്റ്റ്വെയർ മാത്രം മതി. സോ അത് മാത്രം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് നേരത്തെയുള്ള വേർഷൻസിലൊക്കെ ഇവിടെ 32 ബിറ്റൂടെ ഓപ്ഷൻ കാണിക്കുമായിരുന്നു. ഇവിടെ ഇപ്പം ഡയറക്റ്റ് 64 ബിറ്റ് മാത്രമാണ്. സോ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. ഇത് 64 ബിറ്റ് ഉള്ളതിൽ മാത്രമേ ഇൻസ്റ്റാൾ ആവുകയുള്ളൂ. നമ്മുടെ വിൻഡോസിൻ്റെ ബിറ്റാണിത്. ഓക്കെ, അതിന് ശേഷം ഇതിൻ്റെ സൈസ് ഉണ്ട് 291.9 MB ആണ്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇത് ജസ്റ്റ് വായിച്ച് നോക്കുക. അതിനുശേഷം ഇത് എഗ്രി ചെയ്യുക. ഇവിടെ ചെക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ. ഇത് ഫീഡ്ബാക്കിൻ്റെ ഒരു ഫോം വരും. അത് ആവശ്യമെങ്കിൽ ഫില്ല് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്ത് വിടുക. അതങ്ങ് പൊയ്ക്കോളും. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ 3 ഫയൽസ് ആണ്. ഇതിനകത്ത് തന്നെ
ഫസ്റ്റ് ഫയൽ മാത്രം മതി നമുക്ക്, പ്രൈമറ P6 പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ. ബാക്കി 2 നമുക്ക് ആവശ്യമില്ല. അത് അഡ്വാൻസ് ആയിട്ടുള്ള യൂസേഴ്സിനാണ്. ഡേറ്റാബേസ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമറിക്കുള്ളിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റ എല്ലാം പോയി സ്റ്റോർ ആവുന്നത് ഡേറ്റാബേസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലാണ് ഡേറ്റാബേസ് സെറ്റപ്പിൻ്റെ ആവശ്യം. അതുപോലെ ഇൻ്റഗ്രേഷൻ API അതൊക്കെ ആ ഒരു സോഫ്റ്റ്വെയർ തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്കാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ അത് രണ്ടും അൺടിക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരെണ്ണം മാത്രം മതി. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാനായി ഒന്നുകിൽ നമുക്കിവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ഒരു ഫയൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താലും മതി, ഡൗൺലോഡോ. ഞാനിപ്പോൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുകയാണ്. സോ ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ വേറൊരു ടാബ് ഓപ്പണായി. എന്നിട്ട് അതിൽ നിന്നും ഒറക്കിളിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഒറക്കിൾ ഡൗൺലോഡ് മാനേജറാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ, ഈ ഒരു വിൻഡോസ് ത്രൂ ആണ് നമുക്കിനി P6 ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ലൊക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എവിടെയാണോ ഇടേണ്ടത് ആ ഒരു ലൊക്കേഷൻ സ്പോട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഡെസ്ക്ടോപ്പിലേക്ക് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ്. ഓക്കെ, ഇവിടെ ഇപ്പം ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവും. ഇതൊരു തേർഡ് പാർട്ടി ആപ്പ് ത്രൂ ഡൗൺലോഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിരുന്നെങ്കിൽ അത് ഡയറക്റ്റ് ഡൗൺലോഡ് ആയിനി. ഓക്കെ, ഡൗൺലോഡിങ് ഫിനിഷായി. ഇനി നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. ഇവിടെ ഒരു ഫോൾഡർ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ആയിക്കോളും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫയൽ. ഓക്കെ, ഇനി ഇത് സിപ്പ് ഫയലാണ്. ഇതാദ്യം എക്സ്ട്രാക്ട് ചെയ്യണം. സോ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഞാൻ എക്സ്ട്രാക്ട് ഓൾ കൊടുക്കുകയാണ്. എക്സ്ട്രാക്ട്. ഓക്കെ, എക്സ്ട്രാക്റ്റ് ആയി. ഇതാണ് നമ്മുടെ ഫോൾഡർ. ഇത് തുറക്കുക. ഇതാണ് നമ്മുടെ P6 പ്രൊഫഷണൽ 21.12. ഓപ്പൺ ചെയ്യുക. വീണ്ടും ഒരു സിപ്പ് ഫയൽ, അതും റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് കൊടുക്കുക. എക്സ്ട്രാക്ട്. ഓക്കെ, എക്സ്ട്രാക്റ്റായി. ഇതാണ് നമ്മുടെ ഫയൽ. ഇനി അത് ഓപ്പൺ ചെയ്ത് ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഫയൽ, P6 പ്രൊഫഷണൽ സെറ്റപ്പ്. ഓക്കെ, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇനി വിൻഡോസ് എല്ലാം മിനിമൈസ് ചെയ്യുകയാണ്. ഇതിൻ്റെ ആവശ്യം ഇനിയില്ല, ഇത് ക്ലോസ് ചെയ്യുക. ഇനി ഇത് പ്രൈമറ സെറ്റപ്പിൻ്റെ ഫസ്റ്റ് വിൻഡോ ആണ്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ടിപ്പിക്കലും അഡ്വാൻസും. നോർമലായിട്ട് നമ്മൾ ടിപ്പിക്കൽ ഇട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ബട്ട് ഞാൻ ജസ്റ്റ് അഡ്വാൻസിൻ്റെ ഒരു യൂസ് കാണിച്ചു തരാം. അതിന് മുന്നേ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, റീപ്ലേസ് എക്സിസ്റ്റിംഗ് വേർഷൻ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി പ്രൈമറയുടെ പ്രീവിയസ് ആയിട്ടൊരു വേർഷൻ കിടപ്പുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് ഈ ഒരു പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഒരു വേർഷൻ കിടപ്പുണ്ട്, 20.12 കിടപ്പുണ്ട്. സോ ഞാൻ ഇത് അൺടിക്ക് ചെയ്യുകയാണ്. എനിക്കത് വേണം അതവിടെ. സോ അൺടിക്ക് ചെയ്തിട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും പഴയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇത് ടിക്ക് ചെയ്യുക, വേണ്ടാന്നുണ്ടെങ്കിൽ അൺടിക്ക് ചെയ്യുക. ഇനി ഞാൻ അഡ്വാൻസിൻ്റെ യൂസ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ അഡ്വാൻസ് ഇട്ട് ഓക്കെ അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ് മെയിനായിട്ട്, മൈക്രോസോഫ്റ്റിൻ്റെ .NET ഫ്രെയിംവർക്കും പ്രൈമറ പ്രൊഫഷണലും. ഈ .NET ഫ്രെയിംവർക്ക് എന്തായാലും നമുക്ക് വേണം, അത് ഈ ഒരു മാർക്ക് കളയണ്ട. പ്രൈമറ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ നേരം അതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്റ്റാൾ ആവുക. അതായത് P6 പ്രൊഫഷണൽ, ഇതാണ് നമ്മുടെ മെയിൻ സോഫ്റ്റ്വെയർ. പിന്നെ വിഷ്വലൈസർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാൻസ് കാണാൻ വേണ്ടി, ലൈക്ക് PDF വ്യൂവർ അല്ലേ, അഡോബിൻ്റെ PDF വ്യൂവർ പോലെ പ്രൈമറയുടെ പ്ലാൻസ് കാണാൻ വേണ്ടിയും ഒക്കെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ മെയിൻലി P6-നുള്ളിൽ തന്നെ നമുക്ക് കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അഡ്വാൻസ് യൂസേഴ്സിനൊക്കെയാണ് മെയിനായിട്ട് ഇത് ആവശ്യം വരിക. അല്ലാതെ ഇപ്പം ഫസ്റ്റ് ടൈം പഠിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യം വരാറില്ല. അത് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അൺടിക്ക് ചെയ്തോളാം. അതേപോലെ തന്നെ ഇവിടെ ഡീഫോൾട്ടായിട്ട് ടിക്കായി കിടക്കുന്ന വേറൊന്നുമാണ് സ്റ്റാൻഡ് അലോൺ ഡേറ്റാബേസ് മൈഗ്രേഷൻ ടൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഡേറ്റാബേസിൽ കയറി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് അത് യൂസ് വരിക. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടുക, ഇല്ലയെന്നുണ്ടെങ്കിൽ അതും അൺടിക്ക് ചെയ്ത് കളയാം. നമ്മൾ അഡ്വാൻസിൽ കയറിയാൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ളത് അൺടിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന അതാണ് ഇതൊക്കെ. സോ അതിൽ ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ ബാക്ക് പോയിട്ട് ടിപ്പിക്കൽ യൂസ് ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടിപ്പിക്കൽ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഓക്കെ അടിക്കുമ്പോഴത്തേന് അഡ്വാൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഓപ്ഷനൊന്നും കിട്ടത്തില്ല. ആ ഡീഫോൾട്ടായിട്ട് എന്തൊക്കെയാണോ ടിക്ക് മാർക്ക് ഇടുന്നത് അത് തന്നെ ആയിരിക്കും അവിടെ കിടക്കുക. ഇപ്പം ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുന്നവർ ടിപ്പിക്കൽ തന്നെ ഇട്ട് ചെയ്യുക. ഇവിടെ അഡ്വാൻസിൻ്റെ യൂസാണ് ഞാനത് പറഞ്ഞത്, അത് ജസ്റ്റ് ഓർത്തിരിക്കുക. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും, അവിടെ എസ് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതിൽ റൺ ഡേറ്റാബേസ് കോൺഫിഗറേഷൻ ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത്. സോ അത് ടിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ ഇങ്ങനൊരു ഡേറ്റാബേസ് കോൺഫിഗറേഷൻ വിൻഡോ ഓപ്പണായി വരും. ഇവിടെ ചെയ്യേണ്ടത് ഡ്രൈവർ ടൈപ്പിൽ ലാസ്റ്റ് വൺ P6 Pro സ്റ്റാൻഡ് അലോൺ SQLite ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ആഡ് എ ന്യൂ സ്റ്റാൻഡ് അലോൺ ഡേറ്റാബേസ് ആൻഡ് കണക്ഷൻ
അത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റാൻഡ് അലോൺ, അതായത് നേരത്തെ പ്രൈമറിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡേറ്റാബേസ് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ കാണും. അതിലേക്ക് തന്നെ ഇതിൻ്റെ ഡേറ്റാബേസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരം നമ്മൾ ഈ സെക്കൻഡ് ഓപ്ഷൻ എടുത്താൽ മതി. ഈ ഡേറ്റാബേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പ്രൈമറിയിൽ എന്ത് എൻട്രി ചെയ്താലും അത് പോയി സേവ് ആയി കിടക്കുന്നത് ഡേറ്റാബേസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ്. അതായത് പ്രൈമറിക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉണ്ട്. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ. ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഡേറ്റാസ് മൊത്തം സേവ് ആവുന്നത് ഈ നമ്മൾ ആ കാണുന്ന സോഫ്റ്റ്വെയറിലല്ല, അത് ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ആപ്പിലാണ് പോയി സേവ് ആയി കിടക്കുന്നത്. അതാണ് ഈ ഡേറ്റാബേസ്. സോ അതിൻ്റെ സെറ്റപ്പാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളാണ് പാസ്വേഡ്. സോ നോർമലായിട്ട് നമ്മൾ ഈ അഡ്മിനാണ് യൂസർ നെയിം. നമുക്ക് യൂസർ നെയിം മാറ്റണമെങ്കിൽ മാറ്റാം, പേഴ്സണൽ നെയിം മാറ്റണമെങ്കിൽ മാറ്റാം, എല്ലാം മാറ്റാം. ഓക്കെ, ഞാനിവിടെ ഈ യൂസർ നെയിം അഡ്മിൻ തന്നെ പാസ്വേഡായിട്ട് എൻ്റർ ചെയ്യുകയാണ്, അഡ്മിൻ. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അഥവാ നിങ്ങൾ പാസ്വേഡ് മാറ്റുന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുന്ന പാസ്വേഡ് കൊടുക്കുക. അഥവാ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഡേറ്റാബേസിൽ നിന്ന് അത് കിട്ടാനൊക്കെ പാടാണ്. സോ ഓർത്തിരിക്കുന്ന പാസ്വേഡ് കൊടുക്കുക. സോ അഡ്മിൻ എന്നാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കറൻസിയൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. അതിപ്പോൾ ഞാൻ അത് തന്നെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ഡേറ്റാബേസിൻ്റെ ലൊക്കേഷനാണ്. ഇവിടെ ഡീഫോൾട്ടായിട്ട് വരുന്ന ലൊക്കേഷൻ ഡോക്യുമെൻറ്റ്സിലാണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിനൊരു ഡീഫോൾട്ട് ലൊക്കേഷൻ കാണിക്കും. സോ അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, മാറ്റണമെങ്കിൽ ഇവിടുന്ന് ബ്രൗസ് ചെയ്ത് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി ഇത് ലോഡ് സാമ്പിൾ ഡേറ്റ. ഇത് ടിക്ക് ചെയ്തിരുന്നാൽ നമ്മൾ പ്രൈമറി ഇൻസ്റ്റാൾ ചെയ്യാൻ നേരം ഒറക്കിൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സാമ്പിൾ പ്ലാൻസ് പ്രൈമറിക്കുള്ളിൽ കാണും, ഷെഡ്യൂൾസ്. അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണില്ല, ബ്ലാങ്ക് ആയിരിക്കും. പ്രൈമറി ഇൻസ്റ്റാൾ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു കോഴ്സ് പഠിക്കാനാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സാമ്പിൾ ഡേറ്റ അൺടിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സാമ്പിൾ ഡേറ്റ ഒരുപാട് കിടന്നു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൈമറിക്കുള്ളിൽ പല സ്ഥലങ്ങളിലും ഡേറ്റാസ് എല്ലാം കൂടെ കയറി ആകെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമ്മൾ പുതുതായിട്ടൊരു സംഭവം എൻ്റർ ചെയ്യുമ്പോൾ അതും കിടക്കുന്ന എക്സിസ്റ്റിംഗ് ഡേറ്റ ആയിട്ട് മിക്സായി കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവും. ഞാനിപ്പോൾ എന്തായാലും സാമ്പിൾ ഡേറ്റ ഇടുന്നില്ല, അത് ചെക്ക് മാർക്ക് അൺചെക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ സേവ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് വരും. അത് ഓക്കെ അടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കണ്ടതുപോലെ വിൻഡോ ആവും. അപ്പോൾ വീണ്ടും ഇതേ പ്രോസസ്സ് ചെയ്യണമെന്നില്ല, അത് ഓൾറെഡി ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്താൽ മാത്രം മതി. പ്രൈമവേറ ഇൻസ്റ്റാളായി. ഇനി പ്രൈമവേറ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസ് എടുത്ത് സെർച്ച് ചെയ്യുക. പ്രൈമവേറ എന്നോ P6 എന്നോ മറ്റോ സെർച്ച് ചെയ്യാൻ നേരം വരും. ഇവിടെ P6 Professional 21 ഇതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. എൻ്റെ കയ്യിൽ ഓൾറെഡി കിടന്ന സോഫ്റ്റ്വെയറാണിത്, P6 Professional 20 നേരത്തെ ഉള്ളത്. ഓക്കെ, എനിക്കിപ്പോൾ കണ്ടോ ഇവിടെ വിഷ്വലൈസറൊക്കെ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ അഡ്വാൻസ് എടുത്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. നോർമൽ യൂസിന് ഇതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല. ഇതിപ്പം ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത 20യുടെ വിഷ്വലൈസർ, അതിൻ്റെ ഡേറ്റാബേസ് കോൺഫിഗറേഷൻ, ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത 21ൻ്റെ വിഷ്വലൈസർ, അതിൻ്റെ ഡേറ്റാബേസ് കോൺഫിഗറേഷൻ, അതൊക്കെയാണ് എല്ലാം കൂടെ കിടക്കുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഇത് മാത്രമാണ്, P6 Professional 21 ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്ന ആ ഒരു. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോഴാണ് പാസ്വേഡ് അഡ്മിൻ. സോ അഡ്മിൻ എൻ്റർ ചെയ്തിട്ട് കണക്റ്റ്. ഇപ്പോൾ നമ്മുടെ പ്രൈമർ ഓപ്പൺ ചെയ്യുകയാണ്. ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യാൻ നേരം ഇങ്ങനൊരു മെസ്സേജ് വരും, അത് ഓക്കെ അടിച്ച് വിടുക. നമുക്ക് ഇപ്പോൾ വന്ന ഇൻഡസ്ട്രിയുടെ മെസ്സേജ് എല്ലാ തവണയും പ്രൈമർ തുറക്കാൻ നേരം വരും. അത് ഒഴിവാക്കാനായിട്ട് ഇവിടെ അഡ്മിനിൽ പോയി അഡ്മിൻ പ്രെഫറൻസ് എടുക്കുക. അവിടെ ലാസ്റ്റ് ഇവിടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് കാണും. അവിടെ എഞ്ചിനീയറിംഗ്, ഇവിടെ ഇൻഡസ്ട്രി ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല, അത് കാരണമാണ് ആ ഒരു മെസ്സേജ് വന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നോർമലി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ്, എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ. സോ അത് സെലക്ട് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇനി ആ ഒരു മെസ്സേജ് പ്രൈമറി ഓപ്പൺ ചെയ്യാനുള്ള മെസ്സേജ് വരത്തില്ല. അതുകൂടാതെ ഇനി ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ പോയിട്ട് ഇവിടെ ഈ ആഡ് ബട്ടൺ, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള ബട്ടനാണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു വിൻഡോ വരും. ഇതെന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്ന് ഫോളോ ചെയ്ത് അതുപോലെ ചെയ്താൽ മതി. ഇത് ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. ഇനി നമ്മളിത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ പ്രൊജക്റ്റ് ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മുകളിൽ വ്യൂവിൽ പോയി ഗ്രൂപ്പ് ആൻഡ് സോർട്ട് എടുക്കുക. ഇവിടെ ഈ ഒരു പാർട്ട് നീല ഹൈലൈറ്റായി കിടക്കുന്ന പാർട്ട് ബ്ലാങ്കായി കിടക്കുകയാണ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ വരും. ഈ ഡ്രോപ്പ് ഡൗൺ വരാൻ നേരം കീബോർഡിൽ W എന്നൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ WBS എന്ന് പറയുന്നൊരു ഇതിലേക്ക് സെലക്ഷൻ വരും. അത് സെലക്ട് ചെയ്തിട്ടിട്ട് അപ്പോൾ അത് WBS ലെവൽ 1 ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റ് വരും. ഇത് ഓക്കെ അടിച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത് എന്താണെന്നുള്ളത് പിന്നെ മനസ്സിലാവും. നമ്മളിവിടെ ആക്ടിവിറ്റീസൊക്കെ എൻ്റർ ചെയ്യാൻ നേരം നമ്മളിപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് WBS ക്രിയേറ്റ് ചെയ്യാൻ നേരം ഇവിടെ WBS കാണിക്കില്ല. ഇത് പ്രൈമറി ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം ഇത് ചെയ്യേണ്ട കാര്യമില്ല, വന്നോളൂ അത്.
ഇനി നമ്മൾ വീണ്ടും പ്രൊജക്റ്റ് വിൻഡോയിൽ പോവുക. ഇവിടെ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒന്നുകിൽ ഇവിടെ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ എൻ്റർപ്രൈസിൽ ഇവിടെ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് വിൻഡോയിൽ വരും. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രൊജക്റ്റാണിത്. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഉദ്ദേശം ആ ഒരു ഗ്രൂപ്പ് ആൻഡ് സോർട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവാതെ നമുക്ക് അതിലേക്ക് കടക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മൾ പ്രൈമവേറ ഇൻസ്റ്റാൾ ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള ആ ഇനിഷ്യൽ സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടു. സോ ഇങ്ങനെയാണ് പ്രൈമവേറ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്ത സെഷനിൽ പ്രൈമവേറ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ ഇവിടെ നിന്ന് ക്ലോസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഫയലിൽ പോയിട്ട് ഇവിടെ എക്സിറ്റ് കൊടുത്താലും മതി. പ്രൈമവേറ ക്ലോസ് ചെയ്യാം. ആർ യു ഷുവർ യു വാണ്ട് ടു എക്സിറ്റ്? യെസ്, പ്രൈമവേറ ക്ലോസ് ആയി. സോ ഇത് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷനാണ്. ഞാനിപ്പോൾ ഈ കോഴ്സ് ചെയ്തേക്കുന്ന വേർഷൻ ഞാൻ ആ കോഴ്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉള്ള വേർഷനാണ്. നമ്മൾ ഏതൊരു വേർഷൻ ഇട്ടാലും പ്രൈമവേറ പഠിക്കാൻ പറ്റും. പ്രൈമവേറിൽ വേർഷൻസ് മാറി എന്ന് പറഞ്ഞിട്ട് പ്ലാനിങ് പ്രോസസ്സിൽ വ്യത്യാസം വരത്തില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിലവിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഏതാണോ ലേറ്റസ്റ്റ് വേർഷൻ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫുൾ കോഴ്സ് പഠിക്കാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.